ഹായ് ഡിയേഴ്സ്, ഹൗ ആർ യു? ഐ തിങ്ക് ഓൾ ഓഫ് യു ഫൈൻ. നമ്മളങ്ങനെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 പോകുന്നത്. ഇവിടെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും NHRCനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും മനുഷ്യാവകാശ റൈറ്റ്സ് എന്തിനാണ് നമുക്ക്, അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്തിനാണ് നമുക്ക്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, നമ്മളത് എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാധാന്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ലെറ്റ്സ് മൂവ് അവർ ക്ലാസ്. ഓക്കെ ഡിയേഴ്സ്, അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ നോക്കുന്നത് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അബ്രിവേറ്റഡ് ആസ് NHRC, ഈസ് എ സ്റ്റേറ്റ്യൂട്ടറി ബോഡി constituted on 12 October 1993 under the Protection of Human Rights of Ordinance of 28 September 1993. It was given by authority basis by the Protection of Human Rights Act 1993 PHRA. അതായത് 1993 സെപ്റ്റംബർ 28 നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഓർഡിനൻസ് പ്രകാരം നമുക്ക് 1993 ഒക്ടോബർ 12 ഉണ്ടാക്കിയ ഒരു നിയമപരമായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ചുരുക്കി പറയുന്നതാണ് NHRC എന്ന് പറയുന്നത്. The NHRC is responsible for the protection and promotion of human rights defined by the Act, rights of relating to life, liberty, equality, dignity of the individual guaranteed by the Constitution or embedded in the international conventions and enforceable by courts in India. ഭരണഘടന ബേസിൽ നോക്കുമ്പോൾ അത് ഭരണഘടന നമുക്ക് ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ലൈഫിന്, വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിക്കോട്ടെ, നമ്മുടെ ഫ്രീഡം, സ്വാതന്ത്ര്യമായിക്കോട്ടെ, ഈക്വാലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ പ്രസ്റ്റീജ്, അന്തസ് ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ അല്ലെങ്കിൽ ഒരു അതല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള, അതായത് അന്താരാഷ്ട്രമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഇന്ത്യയിലെ കോടതിയിൽ നടപ്പിലാക്കുന്ന കുറച്ച് അവകാശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരു അവകാശങ്ങൾ നമുക്കുണ്ട്. ഇത് നമുക്ക് കാണിക്കാൻ വേണ്ടി മനുഷ്യാവകാശത്തിന്റെ സംരക്ഷണം എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവാദിത്തം നമ്മൾ കൊടുത്തതാണ് NHRCക്ക്. ഓക്കെ, ഇതൊക്കെ ഉത്തരവാദിത്തമുള്ളത് NHRCക്കാണ്. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC of India is body of products to promote human rights in India. ഇന്ത്യയുടെ ദേശീയ രീതിയിൽ, അതായത് നമ്മുടെ നാഷണൽ ലെവലിലായിക്കോട്ടെ, മനുഷ്യാവകാശ കമ്മീഷൻ NHRC എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അത് ചെയ്യാൻ വേണ്ടി നിയമപരമായിട്ടുള്ള രീതിയിലുള്ള അടങ്ങിയിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അതിന്റെ പേർപ്പസ്, NHRC purpose to ensure the protection, representation and advancement of human rights in India. ഇന്ത്യയിലെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് അത് സംരക്ഷിക്കാനും അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൽ ഒരുപാട് പുരോഗതികൾ കൊണ്ടുവരാനും അത് ഉറപ്പാക്കുന്നതിന്റെ NHRCയുടെ ലക്ഷ്യമാണ് പറയുന്നത്. അതിന്റെ ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്. റെസ്പോൺസിബിലിറ്റീസ്. ദ NHRC റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ്, ഇനി ഇതിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, മനുഷ്യാവകാശത്തിന്റെ വലിയ ലംഘനങ്ങൾ അന്വേഷിക്കുക, അതായത് വയലേഷൻസ് ഒക്കെ അന്വേഷിക്കുക. പ്രൊമോട്ടിംഗ് അവയർനെസ് ആൻഡ് റിഫോം ത്രൂ റെക്കമെൻഡേഷൻസ് ടു ദി ഗവൺമെന്റ്, അതായത് നമ്മുടെ സർക്കാരിലേക്കുള്ള ഒരുപാട് ശുപാർശകളുണ്ട്, അതിൽ ഒരുപാട് നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. അത് പരിഷ്കരിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അതിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്തത് ഇന്റർവെനിങ് ഇൻ ദ കേസ് ഓഫ് ഇൻജസ്റ്റിസ്, അതായത് ഇൻജസ്റ്റിസ്, അനീതി കാണിക്കുന്ന ആ കേസുകൾ ഇടപെടുക. അടുത്തത് അഡ്വക്കേറ്റിംഗ് ഫോർ മാർജിനൈസ്ഡ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ മാർജിനൈസ് ചെയ്യപ്പെട്ട, അതായത് നമ്മളെ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കുന്ന ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുക. എൻഷറിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് അപ്ഹെൽഡ്, അതായത് ഭരണഘടനമായിട്ടുള്ള അവകാശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൽ നമുക്ക് മാക്സിമം എന്തൊക്കെ നമുക്ക് നൽകാൻ പറ്റും അതിനുള്ള ഉറപ്പുകൾ നൽകുക. സ്പ്രെഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ലിറ്ററസി എമംഗ് വേരിയസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ വിവിധ രീതിയിലുള്ള വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശം എന്ന രീതിയിലുള്ള ഒരുപാട് സാക്ഷരത പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് പ്രഖ്യാപിക്കുക. അടുത്താണ് മാൻഡേറ്റ്. മാൻഡേറ്റ് എന്ന് പറയുന്നത് NHRC mandates given by Section 12 of the Protection of Human Rights Act 1993. 1993 മനുഷ്യാവകാശ സംരക്ഷണം എന്ന ആ റൈറ്റ്സ് നിയമത്തില് സെക്ഷൻ 12 ആണ് നമുക്ക് ഈ ഒരു NHRCയുടെ മാൻഡേറ്റ് സെക്ഷൻ അത് ഉത്തരവ് നൽകിയത് ശരിക്കും പറഞ്ഞാൽ ആ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലാണ്.
അത് എസ്റ്റാബ്ലിഷ്മെന്റ്, അതെന്ന് വന്നു. The NHRC was established October 12, 1983 under the Protection of Human Rights Act 1983. NHRC എന്ന് പറയുന്നത് നിലവിൽ വന്നത് സ്ഥാപിച്ചത് ഒക്ടോബർ 12, 1983 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ കീഴിലാണ്. ഇനി എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന്റെ ആസ്ഥാനമായിട്ടുള്ള സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. NHRC ഹെഡ്ക്വാർട്ടേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ മാനവ് അധികാർ ഭവൻ, ബ്ലോക്ക് സി, GPO കോംപ്ലക്സ്, ഇനിയ, ന്യൂഡൽഹി 1110-023. ഇവിടെയാണ് അതിന്റെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഗവേണിംഗ് ബോഡി, അതായത് ഭരണസമിതിയാണ് ഉദ്ദേശിക്കുന്നത്. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇൻ ഗവേണൻസ് ഇൻ NHRC ആണ്, അതായത് ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് ഭരിക്കുന്നത്. അടുത്ത മോട്ടോ, എന്തിനും നമുക്കൊരു മോട്ടോ ഉണ്ടാവില്ല, നമുക്ക് നോക്കാം. ഒരു മുദ്രാവാക്യം എന്ന രീതിയിൽ NHRC മോട്ടോ സേവ് ഭവന്തു സുഖിന, വിച്ച് ട്രാൻസ്ലേറ്റ് ഇൻ മേ ഓൾ ഹാപ്പി. ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സർവേ ഭവന്തു സുഖിന എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും നമ്മുടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ഫങ്ഷൻസ് ഓഫ് NHRC, ഇനി NHRCയുടെ ഫങ്ഷൻസ് ആ പറയുന്നത്. ഇവിടെ പറയുന്നത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് മാൻഡേറ്റ്സ് ദ NHRC ടു പെർഫോം ദ ഫോളോയിങ്. അതായത് മനുഷ്യാവകാശ സംരക്ഷണത്തിലെ നിയമത്തിലെ NHRCയിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ, നമുക്ക് നോക്കാം. proactively or relatively reactively inquire into violations of human rights by government of India or negligence of the such violation of a public servant. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പൊതുപ്രവർത്തനത്തിനെ കുറിച്ചോ അങ്ങനെയുള്ള ലംഘനത്തിന്റെ അവഗണനയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ മുൻകൂട്ടി കാണിച്ചുകൊണ്ട് അത് അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റെക്കമെൻഡഡ് മെഷേഴ്സ് ഓഫ് ദിയർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ. മനുഷ്യാവകാശ സംരക്ഷണവും അത് ശരിക്കും അതിനുള്ള റിസൾട്ടൊക്കെ നടപ്പിലാക്കി അതിനു വേണ്ടിയിട്ട് ശുപാർശകൾ നൽകുക. Review the factors including acts terrorism that inhibit the enjoyment of human rights and recommended appropriate remedy measures. ഇനി ഇവിടെ പറയുന്നത് മനുഷ്യാവകാശങ്ങള് കുറിച്ച് പറഞ്ഞു. അത് ആ അവകാശങ്ങൾ ആസ്വദിക്കുകയും അത് അടയുന്ന ഒരു ടെററിസം, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊരു അവലോകനം എന്ന രീതിയിൽ ഉചിതമായ പരിഹാരങ്ങളും നടപടികളും കൈക്കൊള്ളുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റഡി ട്രീറ്റീസ് and other international instruments on human rights and make recommendations for their effective implementation. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് ഇംപ്ലിമെന്റ്സ് ഉടമ്പടികൾ കൊണ്ടുവരുന്നുണ്ട്. അത് മറ്റുള്ള ഇന്റർനാഷണൽ ലെവലിലും അതിലുള്ള ഉപകരണങ്ങളായിക്കോട്ടെ അത് പഠിക്കുകയും അവ മാക്സിമം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കുകയും ശുപാർശകൾ നൽകുകയും ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത അണ്ടർടേക്ക് ദ പ്രൊമോട്ട് റിസർച്ച് ഇൻ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ മേഖലയിൽ നമുക്കിവിടെ ഒരു ഗവേഷണം നടത്തുക, അതായത് റിസർച്ച് നടത്തുക, അത് ഏറ്റെടുത്തുകൊണ്ട് അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ടു വിസിറ്റ് ജയിൽസ് ആൻഡ് സ്റ്റഡി കണ്ടീഷൻ ഓഫ് ഇൻമേറ്റ്സ്. നമ്മൾ ജയിലുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ആ തടവുകാരുടെ അവിടുത്തെയുള്ള തടവുകാരുടെ നമ്മൾ പഠനം നടത്തുക, അവരുടെ കണ്ടീഷനെ കുറിച്ച് പഠനം നടത്തുക. അടുത്താണ് എൻഗേജ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ among various sections of society and promote awareness of the safeguard available for the protection of these rights through publications, the media, seminars and other available means. സമൂഹത്തിലുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അവർക്ക് ആ മനുഷ്യാവകാശ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മാധ്യമങ്ങളായിക്കോട്ടെ സെമിനാറുകളായിക്കോട്ടെ എന്നീ രീതികളിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് മനുഷ്യരിലേക്ക് ലഭ്യമാക്കാൻ പറ്റും ആ രീതിയിലൊക്കെ നമ്മൾ ലഭ്യമാക്കിക്കൊണ്ട് ആ മാർഗങ്ങളും അവകാശങ്ങളൊക്കെ സംരക്ഷണത്തിനായിട്ട് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അങ്ങനെയുള്ള അവബോധങ്ങൾ കൊടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്താണ് എൻകറേജിംഗ് ഓഫ് NGOs ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക്സ് ഇൻ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വോളണ്ടറി. മനുഷ്യാവകാശ മേഖലയിൽ നമ്മൾ സെൽഫായിട്ട് സ്വമേധയാ പ്രവർത്തിക്കുന്ന NGOകളുടെ സ്ഥാപനങ്ങളുണ്ട്, അതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. കൺസിഡറിംഗ് നെസസിറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ ഒരു ആവശ്യകത എന്താന്ന് നോക്കിക്കൊണ്ട് അത് പരിഗണിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അടുത്തത് റിക്വസ്റ്റിംഗ് എനി പബ്ലിക് റെക്കോർഡ് ഓർ കോപ്പി ദെർഫോർ ഫ്രോം എനി കോർട്ട് ഓഫ് ഓഫീസ്. അതായത് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുമേഖലയിൽ നിന്നോ അതിന്റെ ഒരു റെക്കോർഡിക്കലി നമ്മൾ അതിന്റെ ഒരു ഭാഗം ഒരു പകർപ്പ് എന്ന രീതിയിൽ നമ്മൾ ആവശ്യപ്പെടണം. അതാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ.
ഇവിടെ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ വരുന്ന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് മേ കൺസ്റ്റിറ്റ്യൂട്ട് എ ബോഡി നോൺ എ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ടു എക്സസൈസ് ദ പവേഴ്സ് ഓഫ് കൺഫേർഡ് അപ്പോൺ ആൻഡ് ടു പെർഫോം ദ ഫംഗ്ഷൻസ് അസൈൻ ടു ദ സ്റ്റേറ്റ് കമ്മീഷൻ. അതായത് ഒരു സംസ്ഥാന കമ്മീഷനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് അധികാരങ്ങളുണ്ട്. അത് വിനിയോഗിക്കുന്നതിനും അതുപോലെ തന്നെ അതിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക നിർവഹിക്കുന്നതിനുള്ള ഒരു സർക്കാരിന് ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു ബോഡി നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ തെറ്റായ രീതിയിൽ വല്ല മാർഗങ്ങൾ വരുന്നെങ്കിൽ അതൊക്കെ നമ്മൾ നിരോധിക്കുക. ഇൻ അക്കോർഡൻസ് വിത്ത് ദാറ്റ് അമെൻഡ്മെന്റ് ബ്രോട്ട് TPHRA 1983 point number 10 below is the list of state human rights commission formed to perform the functions of commission as stated under chapter 5 of TPHRA 1983 with Amendment Act 2006. At the present, 25 states has constituted SHRC. TPHRA കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ഒരു ഭേദഗതിക്ക് അനുസൃതമായിട്ട് 1993 പോയിന്റ് നമ്പർ 10 TPHRA 93 അഞ്ചാമത്തെ ഒരു ഭാഗത്തില് നമ്മൾ കാണിച്ച അത് ഒരു കമ്മീഷന്റെ പ്രവർത്തനങ്ങളും അത് നിർവഹിക്കുന്ന രൂപീകരിച്ച സംസ്ഥാന മനുഷ്യാവകാശത്തെ കമ്മീഷനുകളെ കുറിച്ചിട്ടും ആ ലിസ്റ്റ് നമുക്ക് ഇവിടെ താഴെ നൽകുന്നുണ്ട്. ഇതില് ശരിക്കും പറഞ്ഞാൽ 25 സംസ്ഥാനങ്ങള് നമ്മുടെ SHRC രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത് about NHRC. ഇനി NHRC എന്താ ഇതിനെ കുറിച്ച് നമ്മൾ നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് an independent statutory body established under 1983 Protection of Human Rights 1983. The Commission serves as guardian of human rights in India, overseeing the rights of associated with life, liberty, equality and dignity of individuals. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുസരിച്ച് 1983 ഒക്ടോബർ 12 മനുഷ്യാവകാശ സംരക്ഷണത്തിനായിട്ട് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. 1983 കീഴില് നമുക്ക് അതിനെ ഒരു സ്വാതന്ത്ര്യ നിയമപരമായിട്ട് ഒരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട്. കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ഇപ്പോഴും നമ്മുടെ ജീവിതമായിക്കോട്ടെ നമ്മുടെ ഫ്രീഡം ആയിക്കോട്ടെ ഈക്വാലിറ്റി ആയിക്കോട്ടെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അവകാശങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ മാന്യത ഉയർത്തി കാണിക്കാനും അവർക്ക് ഈക്വാലിറ്റി കൊടുക്കാനുമാണ് ഈ NHRCയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. These rights are guaranteed by the Constitution of India and are also reflected in international conventions like Paris Principles of Human Rights, making them enforceable by courts in India. ശരിക്കും പറഞ്ഞാൽ ഈ അവകാശങ്ങൾ വന്ന് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ശരിക്കും ഉറപ്പ് നൽകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യാവകാശങ്ങളെ കുറിച്ചും ഒരു പാരിസ് തത്വങ്ങളെ കുറിച്ചൊക്കെയാണ്, ഒരുപാട് ഫിലോസഫീസിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അന്താരാഷ്ട്ര നില ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഉടമ്പടികൾ കാണിക്കുന്നുണ്ട്. ഇത് കോടതികളിലേക്ക് തന്നെ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉടമ്പടികളും ആണിത്. അടുത്ത NHRC ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിന്റെ ലക്ഷ്യബോധങ്ങളാണ് പറയുന്നത്. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് സെവറൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എയിംഡ് അറ്റ് എൻഹാൻസിംഗ് ദ ഫ്രെയിംവർക്ക് ഫോർ അഡ്രസിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ. ദ കീ ഒബ്ജക്റ്റീവ്സ് ആർ ഫോളോസ്. ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രോബ്ലംസ് അതിനെക്കുറിച്ച് ഒരു അഭിസംബോധന എന്ന രീതിയിൽ നമുക്ക് ഒരു ചട്ടക്കൂട് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് ലക്ഷ്യബോധം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്കിവിടെ പറയുന്നത്. ടു ഇൻവെസ്റ്റിഗേറ്റ് അലിഗേഷൻസ് ഓഫ് എക്സസ് അതോറിറ്റീസ് ഇൻഡിപെൻഡന്റ്ലി ഡെമോൺസ്ട്രേറ്റിംഗ് ദ ഗവൺമെന്റ്സ് കമ്മിറ്റ്മെന്റ് ഓഫ് സേഫ് ഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് സംരക്ഷിക്കുന്നതിൽ ഗവൺമെന്റിന് ഒരു പ്രതിബദ്ധത ഉണ്ട്. അധികാരങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും സ്വതന്ത്രമായിട്ട് അത് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. To strengthen institutional arrangement that allow for a comprehensive and focused approach to addressing human rights issue. ഇവിടെ പറഞ്ഞ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവരണം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ കൊണ്ടുവരണം. അടുത്ത് ടു കംപ്ലീറ്റ് ദ ബ്ലോസ്റ്റ് എക്സിസ്റ്റിംഗ് എഫേർട്ട് എയിം ടു പ്രൊമോട്ടിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ കമ്മീഷനുകളിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, സംരക്ഷണം പ്രോത്സാഹിപ്പിക്കണം, അതിന് ലക്ഷ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അടുത്ത NHRC കോമ്പോസിഷൻ. ഇവിടെ പറയുന്നത് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് multi-member body. It consists of a chairperson and 5 members, each bringing a wealth, experience and expertise to commission. The composition is follows. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മൾട്ടി മെമ്പർ, അതിൽ ഒന്നിലധികം അംഗങ്ങൾ ആണ് നമുക്ക് ഉള്ളത്.
അങ്ങനെയുള്ള സ്ഥാപനമാണത്. ഇതിൽ ശരിക്കും പറഞ്ഞ ചെയർപേഴ്സൺ ഉണ്ട്, 5 ആൾക്കാർ അംഗങ്ങളുണ്ട്. ഓരോരുത്തരും കമ്മീഷനിലേക്ക് ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ദ ചെയർപേഴ്സൺ, അതിൽ പറഞ്ഞ ഓരോ മെമ്പേഴ്സ് കാര്യങ്ങൾ ഓരോ പൊസിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദ ചെയർപേഴ്സൺ ആണ് ആദ്യത്തെ. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഷുഡ് ബി ഇത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ചെയർപേഴ്സൺ വന്ന് ഇന്ത്യയുടെ നമുക്ക് റിട്ടയർ ചെയ്ത, അതായത് വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതിയിലെ ജഡ്ജിയോ ആയിരിക്കാം. മെമ്പേഴ്സ് എന്ന് പറയുന്നത് include sitting or retired judge of Supreme Court, its sitting is retired Chief Justice of High Court, and 3 individuals within list being a woman who possess the knowledge or practical experience of human rights. ഇനി മെമ്പേഴ്സ് എന്ന രീതിയിൽ പറയുന്നത് സുപ്രീം കോടതിയിലെ ഇപ്പൊ ഉള്ള നിലവിലുള്ള വിരമിച്ച ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി സിറ്റിംഗ് അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയോ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളിൽ കൂടുതൽ ജ്ഞാനമുള്ള അല്ലെങ്കിൽ അറിവുള്ള നോളജ് ഉള്ള പ്രായോഗികമായി ചിന്തിക്കുന്ന 3 മെമ്പേഴ്സ് അതിൽ ഉണ്ടാവാം. കുറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡി എങ്കിലും ഉണ്ടാവണം. അത് എങ്ങനെയുള്ള ആൾക്കാരാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇനി in addition to these full-time members, commission includes a 7 ex-officio members comprising chairperson various national including. ഇനി ഈ ഒരു മുഴുവൻ അംഗങ്ങൾക്ക് പുറമെ, അതായത് ഈ 5 സുപ്രീം കോർട്ട് റിട്ടയർഡ് ജഡ്ജിയും ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയും ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഈ മെമ്പേഴ്സും ചെയർപേഴ്സണും പുറമെ 7 എക്സസ് ഒഫീഷ്യൽ അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ വിവിധ രീതിയിലുള്ള അധ്യക്ഷന്മാരും ഇതിൽ വരുന്നുണ്ട്. നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ് ഉണ്ട്, ദ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ്, അതായത് പട്ടികജാതി വർഗത്തിനുള്ള ഒരു SSC എന്നും SCS എന്ന് വന്നത്, ദ നാഷണൽ കമ്മീഷൻ ഷെഡ്യൂൾ ട്രൈബ്, അതായത് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ളത്, നാഷണൽ കമ്മീഷൻ ഓഫ് വിമൻ, സ്ത്രീകൾക്ക് വേണ്ടി ദേശീയ വനിതാ കമ്മീഷൻ, ഇവരൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് NHRC, എന്താണ് NHRC എന്നതാണ്. NHRC of India is an independent statutory body established on 12 October 1983 per provisions of Protection of Human Rights Act 1993, later amended in 2006. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം 1993 ഒക്ടോബർ 12 സ്ഥാപിച്ച, പിന്നീട് അത് നമുക്ക് 2006 ഒരു ഭേദഗതി നമുക്ക് മാറ്റി കൊണ്ടുവരുത്തിയ ഒരു എന്താ പറയാ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ നിയമാനുസൃതമായിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ് ഇന്ത്യയുടെ NHRC എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒന്ന് പുതുക്കിയ ഒരു മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. NHRC has celebrated its silver jubilee 25 years on October 12, 2018. Its headquarters is located in New Delhi. അതായത് NHRCയുടെ ഒരു സിൽവർ ജൂബിലി എന്ന് പറഞ്ഞത് നമ്മൾ ആഘോഷിച്ച് 25 വർഷം എന്നാണ് സിൽവർ ജൂബിലിയിൽ പറയുന്നത്. ആഘോഷിച്ച് ഒക്ടോബർ 12, 2018 അതിന്റെ ഹെഡ്ക്വാർട്ടർ, അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. It is a watchdog of human rights in the country, that is the rights related of life, liberty, equality and right related to life, liberty, equality and dignity of individual guaranteed by Indian Constitution are embodied in the international conventions and enforceable by courts in India. ഇത് രാജ്യത്തിന്റെ മനുഷ്യാവകാശങ്ങളുടെ ഒരു കലവറയായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഇതൊരു കാവലായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, രാജ്യത്തുള്ള മനുഷ്യാവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ നമുക്ക് ഉറപ്പു നൽകുന്ന, അതല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഉടമ്പടികളുണ്ട്. അതിൽ ഉൾക്കൊള്ളുന്നതും ഇന്ത്യൻ കോടതികളിൽ തന്നെ നടപ്പാക്കുന്ന നമ്മുടെ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമായിക്കോട്ടെ, ഈക്വാലിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഡിഗ്നിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ബന്ധപ്പെട്ട അവകാശങ്ങൾക്ക് കാവലാക്കി വരുന്നതാണ്. It was established in conformity with the Paris Principles adopted for the promotion and protection of human rights of Paris, October 1991, and endorsed by the Great General Assembly of United Nations on 20 December 1983. ഇത് പാരീസിന്റെ ഒരുപാട് തത്വങ്ങളും അതനുസൃതമായിട്ടുള്ള ഒരുപാട് സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യമാണ്. പാരീസിലെ മനുഷ്യാവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് സംരക്ഷിക്കാനുമായിട്ട് നമ്മൾ അംഗീകരിച്ച ഒരു കാര്യം കൂടിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഐക്യരാഷ്ട്ര ലെവലിൽ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആയിട്ട് അംഗീകരിച്ചു എന്നും കൂടി പറയുന്നുണ്ട്. വാട്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് NHRC? NHRCയെ അതിലേക്ക് നയിച്ചതിന്റെ ഒരു കാരണം എന്താണെന്നാണ് പറയുന്നത്.
Universal Declaration of Human Rights (UDHR) was adopted by the United Nations General Assembly in Paris on 10 December 1948. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഒരു ഐക്യരാഷ്ട്ര പൊതുസഭയാണ് മനുഷ്യാവകാശങ്ങളുടെ ഈ ഒരു പ്രഖ്യാപനം അതായത് UDHR അംഗീകരിച്ചത്. It is a milestone declaration in the history of human rights which sets out for the first time fundamental human rights to be universally protected. ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ ഹിസ്റ്ററിയിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഒരു നാഴികക്കല്ലായിട്ട് പ്രഖ്യാപനം ആണിത്. ആദ്യമായി സർവാത്രികമായിട്ടും സംരക്ഷിക്കപ്പെട്ട അടിസ്ഥാന മനുഷ്യാവകാശങ്ങളാക്കി മാറ്റിയത്. Human Rights Day is observed every year on 10 December, which is the anniversary of the UDHR. In 2018, Human Rights Day marked in the 70th anniversary of the declaration. UDHRന്റെ വാർഷികമായിട്ടുള്ള അതായത് ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു എവറി ഇയറിൽ നമ്മളൊരു ആനിവേഴ്സറി വാർഷികമായിട്ടുള്ളൊരു ഡിസംബർ 10 നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 2018 മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് അത് 70 വർഷങ്ങളായിട്ട് മാറിയ വർഷമാണത്. In due time, the growing the importance of strengthening national human rights institution has been recognized, and in 1991, an UN meeting in Paris has developed a detailed set of principles, that is Paris Principle. ഇത് തന്നെ ദേശീയ മനുഷ്യാവകാശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയും അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊണ്ടുവരും, അതിനൊരുപാട് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1991 പാരീസിൽ നടന്ന ഒരു UN യോഗമുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, UN യോഗം. അതിൽ പാരീസിൽ ഒരുപാട് തത്വങ്ങൾ അതിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്, ഒരുപാട് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. These principles became the foundation of the establishment and operation of the National Human Rights Institution. ഈ ഒരു പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ മനുഷ്യാവകാശത്തിന്റെ അതായത് ഒരു മനുഷ്യാവകാശത്തിന്റെ ഒരു ഓരോ എസ്റ്റാബ്ലിഷ്മെന്റിന് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തിനായിട്ടും ഒരു ബേസിക് ആയിട്ട് ഒരു അടിത്തറയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. In a pursuit of these principles, India has enacted the Protection of Human Rights Act in 1993 with a view to bring about the greater accountability and strengthening of human rights in the country. ശരിക്കും പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം അതിനനുസരിച്ചിട്ട് രാജ്യത്ത് കൂടുതൽ ഉത്തരവാദിത്തവും മനുഷ്യാവകാശങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കുകയും അതിന് ലക്ഷ്യമിട്ട് 1993 മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. This act also authorized the state governments to establish state human rights commission. ശരിക്കും പറഞ്ഞാൽ ഈ നിയമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓതറൈസ്ഡ് അതായത് ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു നിയമം പറഞ്ഞ ശരിക്കും മനുഷ്യാവകാശ കമ്മീഷനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകളെ അധികാരപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നമ്മൾ, അതായത് സർക്കാരിന് അതിന്റെ ഉത്തരവാദിത്തം കൊടുത്തു. വാട്ട് ഇസ് ദ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ? എന്താണ് ഈ ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്? The chairman and the members state commission are appointed by the governor in consultation with the chief minister and state minister, home minister, speaker of the legislative assembly and leader of opposition in the state legislative assembly. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുഖ്യമന്ത്രി ഉണ്ട്, ഒരു സംസ്ഥാന ആഭ്യന്തര മന്ത്രിയുണ്ട്, ഒരു നിയമസഭാ സ്പീക്കർ ഉണ്ട്, ഒരു സംസ്ഥാന നിയമസഭയിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഇവരെല്ലാവരും കൂടി ആലോചിച്ച് ഒരു സംസ്ഥാന കമ്മീഷനിലെ ഒരു ചെയർമാനെയും അതുപോലെ തന്നെ ഒരു ഗവർണറെയും നിയമിക്കുന്നു എന്നാണ് പറയുന്നത്, ഇവരെല്ലാം ചേർന്നിട്ട്. ഇതിവിടെ പറയുന്നത് the chairperson and members hold office the term 3 years or until they attain the age of 70 years, whichever comes first. അതായത് ചെയർപേഴ്സണും അവരുടെ ആ ഒരു അംഗങ്ങളും 3 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 70 വയസ്സ് ആവുന്നത് വരെ എന്നാണ് ഇതിലാദ്യം പറയുന്നത്. അപ്പോൾ although the chairperson was members of state human rights commission appointed by the governor, they can only removed by the president. സംസ്ഥാനത്തിലെ നമ്മുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണെയും അവിടെയുള്ള അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിൽ കൂടിയും രാഷ്ട്രപതിക്ക് മാത്രമേ അവരെ അവിടുന്ന് മാറ്റാൻ, അതായത് അവരെ ഒന്ന് അവിടുന്ന് മാറ്റി നിർത്താൻ, റിമൂവ് ചെയ്യാൻ കഴിയൂ.
What is the role and key functions of NHRC? ഇനി ഇവിടെ പറയുന്നത് NHRCയുടെ റോളും അതിന്റെ കീ ഫങ്ഷൻസും ആണ് പറയുന്നത്. നോക്കാം. It has all the powers of a civil court and its proceeds have a judicial character. ഇതിലെ ഒരു സിവിൽ കോർട്ടുണ്ട്, കോടതിയുണ്ട്, അതിലെ എല്ലാ അധികാരങ്ങളും ഉണ്ട് അവർക്ക്. അതിന്റെ നടപടികൾക്കായിട്ട് ഒരു ജുഡീഷ്യലിന്റെ രീതിയിൽ ഒരു ക്യാരക്ടർ, സ്വഭാവം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. NHRC investigate grievance regarding the violation of human rights either suo motu or after receiving a petition. മനുഷ്യാവകാശം എന്ന് പറയുന്നതിന് അത് ലംഘനം നടത്തുന്ന അതിനെ സംബന്ധിച്ച് വല്ല പരാതിയോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസീവിംഗ് ചെയ്യുന്ന ഒരു പെറ്റീഷൻ സ്വീകരിച്ചിട്ട് അതിനുശേഷം NHRC അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. It has the power to interfere in any judicial proceedings involving any allegation of violation of human rights. മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഏതൊരു ആരോപണവും ആയിക്കോട്ടെ, അത് ഏത് ജുഡീഷ്യൽ നടപടികളും ഇടപെടാൻ അവർക്ക് അധികാരമുണ്ട്. അപ്പൊ അവർക്ക് അധികാരമുള്ള ആണ് ഏത് പ്രശ്നം വന്നാലും. അടുത്തത്, It is empowered to utilize the service of any officer or investigation agents in central government or any state of government purpose investigation complaints of human rights violation. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച പരാതികളും അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥനെയോ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേവനം കിട്ടാൻ ആ ഏജൻസിയുടെയോ സേവനം ഉപയോഗപ്പെടുത്താനുള്ള അധികാരവും ഇവർക്കുണ്ട്. It can look into a matter within 1 year of its occurrence. That is, the Commission is not empowered in inquiry into any matter after the expiry of 1 year from the date of which the act constituting violation of human rights is alleged to have been committed. ഇത് സംഭവിച്ച് ഒരു വർഷത്തിനുള്ളിൽ, അതായത് 1 ഇയറിന്റെ ഉള്ളിൽ ഒരു കാര്യം പരിശോധിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അതായത് മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന തീയതി തൊട്ടിട്ട് ഒരു വർഷം അവസാനിക്കുന്നത് വരെ ഉള്ള ആ അന്വേഷണ കമ്മീഷന് അധികാരമുണ്ട്. പക്ഷെ ആ വർഷം അവസാനത്തിന് ശേഷം അവർക്കുള്ള അധികാരം ഇല്ല. The functions of commission was mainly recommendatory in nature. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് പ്രധാനമായും അവരുടേതായ രീതിയിലൊരു സ്വഭാവമുണ്ട്. അത് ശുപാർശ ചെയ്യാനുള്ള ഒരു സ്വഭാവമാണ് അവരുടേത്. It has no power to punish the violators of human rights nor to award any relief including monetary relief to victim. മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത് അത് നടത്തുന്നവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന് ധനസഹായം എന്ന രീതിയിലിറക്കി, അതായത് നമ്മളെ വിക്ടിമിന് ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു ആശ്വാസം നൽകാനോ അതിന് അധികാരമില്ല എന്നാണ് പറയുന്നത്. It has limited role of powers and jurisdiction with respect to violation of human rights by the members of the armed forces. ശരിക്കും പറഞ്ഞാൽ ഈ ആർമഡ് ഫോഴ്സിന്റെ ഒരു ഫോഴ്സിന് അവരുടെ അംഗങ്ങൾക്ക് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ അതിന് ലംഘനവുമായി ബന്ധപ്പെട്ട് ഒരു പരിമിതമായിട്ടുള്ള രീതിയിൽ റോളും അധികാരങ്ങളും അവർക്കുണ്ട്. It is not empowered to enact human rights violation through the private parties take place. ശരിക്കും പറഞ്ഞാൽ സെൽഫായിട്ടുള്ള രീതി, അതായത് സ്വകാര്യ രീതിയിൽ ഒരു കക്ഷികൾക്ക് വഴിയുള്ള ആ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ പ്രവർത്തിക്കാനുള്ള ഒരു അധികാരവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രൈവറ്റ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തിക്കാനുള്ള അധികാരം അവർക്കില്ല. It can withdraw any jail or any other institution under the control of state government to see the living conditions of inmates and to make recommendations thereon. ശരിക്കും പറഞ്ഞാൽ ഈ ജയിലിൽ പോകുമ്പോൾ അവിടെയുള്ള ജീവിത സാഹചര്യം, തടവുകാരുടെ ജീവിത സാഹചര്യങ്ങളും അവർ ഒരുപാട് ശുപാർശകൾ നൽകാനും സംസ്ഥാന സർക്കാർ നിയന്ത്രണങ്ങളിലുള്ള ഏതെങ്കിലും ജയിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോ സന്ദർശിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. It can review the safeguard provided under the constitution of any law of the protection of human rights and the recommend appropriate remedial measures. മനുഷ്യാവകാശം എന്ന രീതിയിൽ സംരക്ഷിക്കാനുള്ള ഭരണഘടനയുടെ ഏതെങ്കിലും നിയമങ്ങളോ അതിനു കീഴിലുള്ള സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് ഉചിതമായ രീതിയിൽ പരിഹാരങ്ങൾ ചെയ്യാനും അതിനനുസരിച്ചുള്ള ശുപാർശകൾ നടത്താനുള്ള അധികാരവും ഉണ്ട്. The NHRC undertake the promotes research in the field of human rights. NHRCയുടെ മനുഷ്യാവകാശ മേഖല നോക്കുമ്പോൾ ഗവേഷണം എന്ന് പറയുന്ന റിസർച്ച് എന്ന് പറയുന്നത് ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. The NHRC works to spread human rights literacy among various sections of society and promotes awareness of safeguard available for the protection of these rights through the publications, media, seminars and other means.
NHRC എന്ന് പറഞ്ഞ സമൂഹത്തിലെ വിവിധ രീതിയിലുള്ള വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശം എന്ന് പറയുന്നത് നമുക്ക് സാക്ഷരത നൽകുന്നത് തന്നെയാണ്. അതിനുവേണ്ടി ഒരുപാട് പ്രചരണങ്ങൾ നടത്താനും അതുപോലെ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ നടത്തുകയും ചെയ്യണം. ഒരുപാട് അവയർനെസ് നമ്മൾ കൊടുക്കണം. അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ മാധ്യമങ്ങൾ ബോർഡ്, അതുപോലെ സെമിനാറുകൾ അങ്ങനെ രീതിയിലൂടെ അല്ലെങ്കിൽ മറ്റ് മീറ്റിംഗ്സോ അങ്ങനെ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഒരുപാട് സംവിധാനം, അവബോധം അല്ലെങ്കിൽ അവർക്ക് അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങൾക്ക്. ഇതൊക്കെ നമ്മളതുപോലെ പ്രൊമോട്ട് ചെയ്യുകയും വേണം, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പോരാത്തതിന് ഈ രീതികളിലൊക്കെ നമുക്ക് അവയർനെസ് മാക്സിമം കൊടുക്കുകയും വേണം.